ഈ കണ്ണൂരിൽ ഒരു യുവതി മരിച്ചല്ലോ. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അന്വേഷണം നടത്തുകയാണ്. പക്ഷേ ആ പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പിണറായിയുടെ മൂക്കിന് താഴെ നടന്നൊരു സംഭവത്തിൽ പോലും പ്രതികളെ പിടിക്കാൻ എന്തുകൊണ്ട് കേരള പോലീസിന് കഴിയുന്നില്ല? പോലീസിന്റെ മന്ത്രി ആരാ? ആരാ? പിണറായി. ഇത് സംഭവം നടന്നത് എവിടാ? പിണറായി. പിന്നെ വേറെ വല്ല കാര്യം ചോദിക്കാൻ? കാരണം പിണറായിയുടെ മൂക്കിന് താഴെ നടന്നിട്ട് പോലും പ്രതികൾ രക്ഷപ്പെടുകയാണ്. ആ, പ്രതികൾ വിദേശത്തേക്ക് പോയെന്നേ. പ്രതികൾ വിദേശത്തേക്ക് പോകാനുള്ള സംരക്ഷണമൊക്കെ കൊടുക്കുന്ന ആരാ? വളരെ വ്യക്തമല്ലേ, വളരെ സുതാര്യമല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് എല്ലാ കേരളം എല്ലാം സുതാര്യമായിട്ടാണ് നടക്കുന്നത്. സംഭവം നടന്നത് പിണറായിൽ. എന്താ കാര്യം? ഒരു സ്ത്രീ, പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിക്കാൻ പാടില്ല. ആണ് പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ല. ഇതാണ് ചന്ദ്രമതി ഒരു നോവലിൽ പറഞ്ഞത്. സദാചാര പോലീസ് കളിക്കാൻ വന്നു. നോവലല്ല, ചെറുകഥയില്ല. ഒരു പുരുഷനും സ്ത്രീയും, ഗതിയും പരഗതിയും ഇല്ലാത്തൊരു സ്ത്രീ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി വീട്ടിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പീഡനം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു വരുമാനവുമില്ല. ഒരു ഓട്ടോറിക്ഷക്കാരൻ അവരെ കൂടെ താമസിച്ചു, കൂടെ പൊറപ്പിച്ചു. അപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഇവർക്ക് ഒരു നുള്ള അരി കൊടുക്കാത്ത, ഒരു 5 പൈസയുടെ കാശ് കൊടുക്കാത്ത ആൾക്കാർ സദാചാര പോലീസായിട്ട് വന്ന് വീടങ്ങ് വളഞ്ഞു. ഇവിടെ എന്തോ നടക്കുന്നതെന്ന്. പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനെ അടിച്ച് നിരപ്പാക്കാൻ തുടങ്ങി. പാവം, ഇവർക്ക് ചെലവും കൊടുക്കുന്ന ആൾ. അപ്പോൾ ഉള്ളിൽ നിന്ന് ഈ സ്ത്രീ ഇറങ്ങി വന്നു. അവിടെ ഉള്ളിലുള്ള വികാരങ്ങളെല്ലാം, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെല്ലാം കൂടി പുറത്തു വന്നു. നിനക്കൊക്കെ എന്താടാ വേണ്ടത് ചോദിച്ചു. ചന്ദ്രമതിയുടെ ചെറുകഥയിലായത് പറഞ്ഞു. അത് ഒന്നാം തരം ചെറുകഥ. അത് നിങ്ങളിവിടെ കല്യാണം കഴിച്ചാണോ താമസിക്കുന്നത്? എടാ, ഇതൊക്കെ നീ അറിയേണ്ട കാര്യം എന്താടാ? ഞാനിവിടെ എന്നെ എത്ര പേര് ബലാത്സംഗം ചെയ്ത് കുത്തിക്കേറിയപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നു? നിനക്ക് സദാചാര ബോധമൊക്കെ എവിടെയായിരുന്നു? നിവർത്തികേടുകൊണ്ട് ഈ മനുഷ്യൻ ദയ തോന്നി എന്നെ ഇവിടെ കൊണ്ട് താമസിച്ചു. എടാ, കല്യാണം കഴിച്ചോ, മാലയുണ്ടോ, ഇതൊന്നും അല്ല, സിന്ദൂരക്കുറി ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്. ആണും പെണ്ണും തമ്മിൽ ഒരൊറ്റ ബന്ധമേ ഉള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. നിനക്കൊക്കെ എന്തോ വേണം, ഇറങ്ങി പോയിനടാ എന്ന് പറഞ്ഞു. ആട്ടി ഓടിച്ചു. അതാണ് നമ്മൾ ഈ സദാചാര പോലീസിനോട് ചെയ്യേണ്ടത്. പട്ടിണി കടന്ന് മരിച്ചാലും തിരിഞ്ഞു നോക്കാത്ത ഈ സദാചാര പോലീസ് അല്ലെങ്കിൽ സദാചാര ഗൂഢകളുണ്ടല്ലോ, അവരെ കേരളം പൊറുപ്പിക്കുക എന്ന് പറയുന്ന 20-ാം നൂറ്റാണ്ടിന് ചേരാത്തതാണ്. ആണും തമ്മിൽ പെണ്ണും തമ്മിൽ സ്കൂൾ തലത്തിൽ തൊട്ട് സംസാരിച്ചു തുടങ്ങിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇഷ്ടത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ അബ്നോർമലായിട്ടുണ്ട് എന്ന് കരുതുന്ന പാശ്ചാത്യ സമൂഹം. 19-ാം നൂറ്റാണ്ട് തൊട്ടേ അവിടെ ആ സദാചാര സമൂഹം എന്നുള്ള സങ്കല്പം അവിടെ നിന്ന് മാറി. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവർ തീരുമാനിക്കുന്നതാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളുടെ കാര്യമല്ല. അതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഏറ്റവും ചേർന്ന ബന്ധം. അതിനെ ഈ അന്ധവിശ്വാസങ്ങളും മതദേഹങ്ങളും മത പൗരോഹിത്യവും മതമൗലികവാദവും എല്ലാം ചേർന്ന് നിയന്ത്രിക്കേണ്ട ഒന്നല്ല. ആണും പെണ്ണും തമ്മിൽ അവരുടെ മനസ്സുകൾ തമ്മിൽ തീരുമാനിക്കേണ്ട, അവരുടെ കോമ്പാറ്റിബിലിറ്റിയുടെ മാത്രം പ്രശ്നമാണ്. വേറൊരാൾക്കും അതിനകത്ത് ഇടപെടാൻ ഒരവകാശവും ഇല്ല. എന്നിരിക്കെ ഇവിടെ ഈ പാവം റസീന എന്ന പെൺകുട്ടി, അത് കൊലപാതകമല്ല, ആത്മഹത്യയായിരുന്നു. ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഇവർ ഇതേ മതത്തിൽ തന്നെ പെട്ട ഒരു പുരുഷനുമായിട്ട് സുഹൃത്തായിട്ടുള്ള റഹീസ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ കാറിൽ ഇരുന്ന് സംസാരിച്ചു. ഇതാണ് ഇവർ ചെയ്ത ഒരേ ഒരു തെറ്റ്. അത് അവിടുത്തെ മതമൗലികവാദികളായിട്ട് അവർക്ക് പുറത്തില്ല. അവൻ നമ്മൾ സംസാരിക്കുന്നു, അവിടെ ഭർത്താവ് ഗൾഫിലല്ലേ, സംസാരിക്കാൻ പാടുണ്ടോ? തട്ടമിട്ടാണ് സ്ത്രീയാണിത്, മതവിശ്വാസം പുലർത്തുന്ന സ്ത്രീയാണിത്. അവരുടെ ഈ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ HDPI ആരാ ചുമതലപ്പെടുത്തിയത്? കാരണം ഈ വിവരം ചർച്ച ചെയ്യുന്നതും അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതും തീരുമാനമെടുക്കുന്നതും വിചാരണ ചെയ്യുന്നതും എല്ലാം SDPI ഓഫീസിൽ വെച്ചിട്ടാണ്. പിണറായിയിലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജന്മസ്ഥലത്തെ തന്നെ മണ്ഡലത്തിൽ, ആ സ്ഥലത്ത് വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കുന്നത്. ഞങ്ങൾ വർഗീയവാദികൾക്കെതിരാണ്, മത തീവ്രവാദത്തിനെതിരാണെന്ന് 24 മണിക്കൂറും പറയുന്ന പാർട്ടിയുടെ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പ്രദേശത്താണ് ഇത്തരം വലിയ സംഭവങ്ങൾ നടക്കുന്നത്. അവർക്കത് ഈ പോലീസിന്റെ പോകട്ടെ, നിയമപരമായി പോകട്ടെ, പക്ഷെ ഈ പ്രവർത്തകർക്ക് പോലും അവിടെ അങ്ങനെ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധവൽക്കരണം നടത്താൻ കഴിയുന്നില്ല. അവിടെയെല്ലാം ആ പിണറായി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ ഇത്തരം തീവ്ര ഗ്രൂപ്പുകൾ കൈയാളുകയാണോ?
ഈ ബോധവൽക്കരണം വൻതോതിൽ നടക്കുന്നുണ്ട്. വർഗീയവാദം എന്ന് പറഞ്ഞാൽ RSS ആണ് അവർക്ക്. അതിനപ്പുറം മറ്റൊന്നും വർഗീയമല്ല, അതെല്ലാം മതനിരപേക്ഷതയല്ലേ. SDPI നടത്തുന്നതും എല്ലാം മതനിരപേക്ഷ രക്ഷാ ദൗത്യങ്ങൾ അവർ നടത്തുന്നത്. RSSനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെല്ലാം ചെയ്യുന്നത് മതനിരപേക്ഷത. നൈജീരിയയിൽ ബോക്കോ ഹരാം നടത്തുന്നത് മതനിരപേക്ഷത. അവിടെ സിറിയയിലെ പള്ളിയിൽ ചാവേർ കയറിയിട്ട് ISയുടെ ചാവേർ കയറിയിട്ട് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാവങ്ങളെ കൊന്നതും മതനിരപേക്ഷത. ഇറാൻ നടത്തുന്നത് അതിനേക്കാൾ വലിയ മതനിരപേക്ഷതയാണ്. മതരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം തന്നെ മതനിരപേക്ഷതയാണ്. ആകപ്പാടെ ലോകത്തുള്ള ഒരു മത തീവ്രവാദമെന്ന് പറയുന്നത് RSSൻ്റെ ശാഖകൾ അമ്പലങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ RSSൻ്റെ പ്രവർത്തനങ്ങൾ ആണ്. അതുപോലെ തന്നെ ഭാരതമാതാവും ഇപ്പോൾ ഒരു ബിംബമാണ്. തീവ്രവാദം, മതതീവ്രവാദം. രാജ്ഭവനകത്ത് മതതീവ്രവാദം നടത്തുന്ന ഗവർണർ. അതാണ് ഈ മന്ത്രിമാരെല്ലാം കൂടെ ഹാലേ ഹുല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചത്. ഒരു പ്രശ്നവുമില്ല, മറ്റൊന്നും ഒരു പ്രശ്നവുമില്ല. മാറാട് കൂട്ടക്കൊല നടന്ന സമയത്ത് ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച പള്ളി അടച്ചു കലക്ടർ, ജില്ലാ കലക്ടർ. അവിടെ കയറി പ്രാർത്ഥിച്ചു മന്ത്രി, അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന അഹമ്മദ്. അതിനകത്ത് കയറിയാൽ നിസ്കരിക്കാൻ പറ്റും. വേറെ ഒരുപാട് പള്ളികൾ കോഴിക്കോട് മലബാർ ഭാഗങ്ങളിലുണ്ട്. അത് മതനിരപേക്ഷതയുടെ മഹനീയമായിട്ടുള്ള മണിമുഴക്കമാണ് പോലും. SDPI ഇതൊക്കെ ചെയ്യുന്നത് മതനിരപേക്ഷത. പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയിട്ട് നല്ല വിചാരണ ചെയ്യുക. കാരണം ഇവർ RSSലെങ്ങാനും ചേരുമെന്നുള്ള പേടി കൊണ്ട് അവർ ചെയ്യുന്നതാണ്, രക്ഷിക്കുകയാണ്. മത തീവ്രവാദത്തിൽ നിന്ന് ഈ കുട്ടികളെ രക്ഷിച്ചതാണ്. അതുകൊണ്ട് സേഫായിട്ടൊരു കണ്ടിട്ട് വിദേശ രാജ്യത്തേക്ക് വെച്ചു കൊടുത്തിട്ടാണ് പോലീസ് പതുക്കെ ചുവട് വെച്ച് ഇവർ അന്വേഷണം നടത്താറുള്ളത്. പോലീസ് കേരള പോലീസിനെ പോലെ കഴിവുള്ള പോലീസ് ഇന്ത്യയിൽ വേറെ എവിടെ ഉണ്ട്? കഴിവില്ല ചേട്ടാ. 24 മണിക്കൂറൊന്നും വേണ്ട, ഒരൊറ്റ മണിക്കൂറിനാകുമ്പോൾ പോക്കാൻ പറ്റും. അത് വേണ്ടെന്ന് പറഞ്ഞിട്ടാ PFൻ്റെ സ്വത്തുകൾ കണ്ടെത്തണമെന്ന് കോടതി പറഞ്ഞപ്പോൾ അത് പതുക്കെ മതി എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയാണ് നമുക്കുള്ളത്. അതാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. കണ്ട് പഠിക്ക് ശ്രീജിത്ത്, അതില്ലെങ്കിൽ ഇനിയെങ്കിലും പഠിക്ക്. നിലമ്പൂരിലും കണ്ടില്ലേ അവർ വിജയിച്ചത്? വിജയമാണത്, പരാജയമല്ല, അത് വിജയമാണ്. അങ്ങനെയാണ് ഈ കാണിക്കുന്നതൊക്കെ മതനിരപേക്ഷതയാണ്. അത് അത് വ്യാഖ്യാനിക്കണമെന്നാണ്. ഇന്ന് പാർട്ടി വ്യാഖ്യാനിക്കാതിരിക്കുക, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട്. അവിടുത്തെ പരാജയമല്ല വിജയമാണെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ആശാന്മാരെല്ലാം അവിടെ തോറ്റു, ജനങ്ങൾ തോറ്റു. ജനങ്ങളല്ല, അവിടെ വിലയിരുത്തൽ വരും. അവിടെ തോറ്റ CPM അല്ല, ജനങ്ങളാണ്. അതെ, സമൂർത്തമായിട്ടൊരു സാഹചര്യത്തിൽ അവിടെ CPM ആണ് ജയിച്ചത്. സാങ്കേതികമായിട്ട് ഇപ്പോൾ UDF ജയിച്ചെന്നേ ഉള്ളൂ. സമൂർത്തമായ സാഹചര്യം എടുക്കുമ്പോൾ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് CPM സ്വരാജും അവിടെ ജയിച്ചു എന്നുള്ളതാണ്. അത് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, ഏംഗൽസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന് കോട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് 10% വോട്ട് പോയി എന്ന് പറയുന്നത് ഞങ്ങളുടെ വർഗീയവാദത്തിനുള്ള എതിരെയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ കൊടുത്ത വിലയാണ്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമായത്. അടിയന്തരാവസ്ഥ കാലത്ത് AKG അല്ലാതെ ഒരൊറ്റ നേതാവ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരുതാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. ദേശാഭിമാനി എഡിറ്റോറിയൽ പേജിൽ തോക്കിൻ്റെ ഒരു പടം കൊടുത്തു. അത് മാത്രമായിരുന്നു അവരുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പ്രവർത്തനം. ബാക്കിയെല്ലാം ഈ നാട്ടിലെ RSSകാർ, അവർ മത തീവ്രവാദികളെന്ന് വിശ്വസിക്കുന്ന RSSകാരാണ് ഗ്രാമാന്തരങ്ങൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് ജയിലിൽ പോയി അടിയും തൊഴിയും മരണവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ അടിയന്തരാവസ്ഥ എതിർത്തത്. അവർ മത തീവ്രവാദികൾ. ബാക്കിയെല്ലാം മതനിരപേക്ഷ സമൂഹം.